ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് വന്ദന. ഐ മേക്ക് വീഡിയോസ് ഓൺ ഫുഡ്, ട്രാവൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഐ എം ഫ്രം കോയമ്പത്തൂർ. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു മൂവി ഡേറ്റിനാണ് പോയത്. ഇറ്റ് വാസ് എ വെനസ്ഡേ. എന്നൊരു ആഫ്റ്റർനൂണായിട്ട് നമ്മൾ ഒരു മൂവിക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ മൂവി നെയിം പറയുകയാണെങ്കിൽ മിഷൻ ഇമ്പോസിബിൾ ആയിരുന്നു. ഒരു ഇംഗ്ലീഷ് മൂവിക്കാണ് പോയത്. അപ്പോൾ സ്ഥലം നമ്മളിവിടെ ബ്രൂക്ക് ഫീൽഡ്സ് മോളാണ്. ഇപ്പോൾ നിങ്ങൾ കോയമ്പത്തൂരിൽ നിന്നാണ് ഈ വ്ളോഗ് വാച്ച് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു മൂവിക്ക് പോയിട്ട് വീട്ടിൽ പോകാനായിരുന്നു പ്ലാൻ. അപ്പോൾ യൂഷ്വലി നമുക്ക് മൂവീന് ചൂസ് ചെയ്യുന്ന സമയങ്ങൾ ഈ സമയത്തായിരിക്കും. ബിക്കോസ് അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച ടിക്കറ്റ്സ് കിട്ടാനും ആൻഡ് തിരക്കില്ലാത്തൊരു സമയം കൂടെ ആയിരിക്കും ഒരു നൂൺ ഷോസൊക്കെ. അപ്പോൾ നമ്മളതാണ് ചൂസ് ചെയ്തത്. പിന്നെ ബ്രേക്കിൽ കുറച്ച് പോപ്കോണൊക്കെ വാങ്ങിച്ച് കഴിച്ചു. മൂവിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ ഒരുപാട് ന്യൂ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മോളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പ്രോസോൺ മോൾ, നിങ്ങൾ കോയമ്പത്തൂർ വരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വേറൊരു മോളുണ്ട്. അപ്പോൾ അവിടെ വന്ന് പിന്നെ ഈ മോളിലേക്ക് അധികം വരാറില്ല. അപ്പോൾ എനിക്ക് ഐ ഫെൽറ്റ് ന്യൂ, ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന പോലെ തോന്നിയിട്ടോ. അപ്പോൾ ഈവനിങ് ആയപ്പോൾ നമ്മൾ നേരെ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങി. വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ലുലുവിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ ഈ സൂഡിയോ, മാക്സ്, ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അവിടെ നിങ്ങൾ ഇതുവരെ ഷോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോകണം. ഭയങ്കര ഒരു കാമായിട്ടുള്ളൊരു പ്ലേസാണ്. നല്ലൊരു റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ വന്ന കാര്യത്തിലേക്ക് കടന്നു. അവിടെ ക്രോമയിലൊക്കെ കയറി നോക്കി. നമ്മൾ വന്നത് ഒരു ഫാന് വാങ്ങിക്കാനാണ്. പക്ഷേ നമുക്ക് ക്രോമയിൽ അധികം ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആസ് യൂഷ്വൽ ലുലുവിലേക്ക് തന്നെ പോയി. ലുലുവിൽ ഒരുപാട് ഓപ്ഷൻസും വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളും ഫാനും ഒക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകുമെന്ന് വിചാരിച്ചു കേട്ടോ. ലുലു ഹൈപ്പർ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കെന്തോ ഇവിടെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാവാറുണ്ട്. കാരണം ഇവിടെ നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിന് ഒരുപാട് ഓപ്ഷൻസും വെറൈറ്റീസും ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടോ. ചിലർ പറയും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളപ്പോൾ കൺഫ്യൂഷൻ ആണെന്ന്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് കമ്പയർ ചെയ്തിട്ട് ബെറ്റർ ഏതാണെന്ന് ചൂസ് ചെയ്യാനും ഒരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഈ സെക്ഷനിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിക് ആയി. കാരണം സ്കൂൾ കാലങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇതുപോലെ നോട്ടോ, ബുക്കോ, ബാഗോ, പെൻസിലോ, പെന്നോ ഒന്നും വാങ്ങിക്കാനായിട്ട് വരാൻ ആവശ്യമില്ല. എന്നാലും ഇത് കണ്ടു നിൽക്കാൻ നല്ലൊരു രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ കണ്ട് അവിടെ നിന്ന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിട്ടോ. അപ്പോൾ അവിടെ ഒരു പുതുതായിട്ടൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾ കോയമ്പത്തൂരുകാരാണെങ്കിൽ എന്തായാലും പോയിട്ട് ട്രൈ ചെയ്യൂ. അവിടെ ഇപ്പോൾ ഒരു ഫുഡ് മേള പോലെ ലുലുവിൻ്റെ വക വെളിയിലിട്ടിട്ടുണ്ട്. മോസ്റ്റ് ഇൻസ്റ്റാഗ്രാം പീപ്പിൾസൊക്കെ ഓൾറെഡി ഇത് റീൽസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് ട്രൈ ചെയ്തു. നല്ല രസം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് തിരക്കും ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് സമയമൊക്കെ എടുത്താൽ നമുക്ക് നല്ല ഫുഡൊക്കെ കിട്ടി. അങ്ങനെ നമ്മളന്ന് വീട്ടിലേക്ക് നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം നല്ലപടിയായിട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടോ. അപ്പോൾ ഇത് പോകുന്ന വഴി ഒരു അമ്പലത്തിൻ്റെ ഒരു വിശേഷത്തിന് വേണ്ടിയിട്ട് ഡെക്കോറേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കാണാൻ ആ സ്ട്രീറ്റ്സ് ഫുൾ ലൈറ്റ്സ് ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡേ 1 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡേ 2ലേക്ക് കിടക്കാം. അപ്പോൾ ടെക്നിക്കലി ഡേ 2 ആണ്, പക്ഷേ ഇറ്റ്സ് പ്രാക്ടിക്കലി 3rd ഡേ ഇൻ എ വീക്ക്. അതായത് നമ്മൾ വെനസ്ഡേ ആണ് ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ഇതൊരു ഫ്രൈഡേ ആണ്. അപ്പോൾ നമുക്ക് ഫ്രൈഡേ ജസ്റ്റ് ഒരു ചെറിയ പ്ലാൻസൊക്കെ ഉണ്ടായിരുന്നു പാലക്കാട് വരെ പോകാനായിട്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മളൊരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ ആസ്വദിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിയിൽ അടിപൊളി ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റി. അതായത് നമ്മുടെ റെയിൻബോ ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്തോ കുറേ കാലം കഴിഞ്ഞ് റെയിൻബോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്തൊക്കെയോ ലൈഫിൽ ഒരു പോസിറ്റീവ് ഫീൽ കിട്ടിയ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ റെയിൻബോക്ക് ഇങ്ങനെ ആസ്വദിച്ച് ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ പാലക്കാട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ പോകുന്ന ഒരു മഴയുണ്ടായിരുന്നു. ഇവിടുത്തെ മഴ കഴിഞ്ഞ് റെയിൻബോ കണ്ട് അവിടെ പോകുമ്പോഴേക്കും തിരിച്ച് അവിടെ ഒരു മഴയായിരുന്നു. ആൻഡ് ഓൾമോസ്റ്റ് നമുക്കൊരു ട്രിപ്പ് നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര നേരം എൻ്റെ വ്ളോഗ് കണ്ട് ആസ്വദിച്ച എല്ലാവർക്കും താങ്ക് യു. ആൻഡ് എൻ്റെ ചാനലിനെ കുറിച്ചൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനും കൂടെ ഞാൻ പറഞ്ഞിട്ട് പോകാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് ഫുഡ് ഷോർട്സാണ് അപ്ലോഡ് ചെയ്യാറ്. മോസ്റ്റ്ലി ത്രൈസ് എ വീക്ക് ഇടാറുണ്ട്. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്ളോഗ്സൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ, ഞാനിതുപോലെ ഡെയിലി വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആൻഡ് ബൈ ദ വേ ഡേ 3നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ മഴയാണ്. അതുകൊണ്ട് നമ്മൾ എവിടെയും പോയില്ല കേട്ടോ. വീട്ടിൽ തന്നെ ഇരുന്ന് മഴ ആസ്വദിച്ച് ചായയൊക്കെ കുടിച്ചിരുന്നു കേട്ടോ. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു കമൻറ്റ് ഇടാനും മറക്കരുത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.